നമുക്ക് എന്തെങ്കിലും സിനിമയ്ക്ക് പോയാലോ എന്ന് മിസ് ബാങ് വന്നിട്ട് സാങ്ജിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ. അതിനെന്താ നമുക്ക് പോയാലോ എന്ന് അവൻ അന്നേരം തന്നെ സമ്മതിക്കും. ഇവൾ ആ സന്തോഷത്തിൽ പോകുന്നുണ്ടേ. ഇവൻ പുറത്ത് വന്നിട്ട് നമുക്ക് ഇന്ന് നേരത്തെ എല്ലാവർക്കും ജോലി തീർക്കാം, എല്ലാവർക്കും കൂടി ഒരു സിനിമയ്ക്ക് പോകാം, ഏത് സിനിമ വേണമെന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചാൽ മതി, എന്നിട്ട് മിസ് ബാങ്കിന്റെ അടുത്ത് പറഞ്ഞാൽ മതി, ടിക്കറ്റ് ഒക്കെ പുള്ളിക്കാർ ബുക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് പോകും. ഇവളിത് പ്രതീക്ഷിക്കുന്നില്ല. സാങ്കിന് അന്നേരം അമ്മയുടെ കോള് വരും. ഇവിടെ ഞങ്ങളൊരു ഗ്യാതറിംഗ് നടത്തുവാണ്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, നിന്നെപ്പറ്റി ഞാൻ ഒരുപാട് അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്രാവശ്യമെങ്കിലും വന്നൊന്ന് മുഖം കാണിച്ചിട്ട് പോകണം, നല്ലൊരു മോനാണെങ്കിൽ അങ്ങനെ ആയിരിക്കും ചെയ്യുക എന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് വേറൊരു ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അതൊന്നും പറയാൻ പറ്റത്തില്ല, നീ അത്യാവശ്യമായിട്ട് വന്നേ പറ്റത്തുള്ളൂ എന്ന് പറയും. ശരി, വന്ന് ബില്ല് കൊടുത്തിട്ട് ഞാൻ അവിടുന്ന് പോരും എന്ന് പറഞ്ഞിട്ട് ഇവൻ പോകാനായിട്ട് തുടങ്ങുന്ന തന്നെയാണ് മിസ് ബാങ് അവിടേക്ക് വരുന്നത്. ഇവള് ചോദിക്കുന്നത് തന്നെ ആർക്കും സിനിമയ്ക്ക് പോകാനായിട്ട് താല്പര്യമില്ല, പ്രത്യേകിച്ച് സാങ്കിന്റെ കൂടെ. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെല്ലുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് ഇവരുടെ രണ്ടുപേരുടെയും പേര് മാത്രമായിട്ട് വരും. രണ്ടുപേർക്കും കൂടിയായിട്ടാണ് ഇവള് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. പക്ഷെ അത് സാങ്കിന്റെ അടുത്ത് പറയുന്നില്ല. അവൾ വരുമ്പോഴത്തേക്കും അവൻ പോകാനായിട്ട് തുടങ്ങുകയാണ്. എവിടെ പോകാണെന്ന് ചോദിക്കുമ്പോൾ ഒരു അത്യാവശ്യം വന്നു, കുഴപ്പമില്ല, എനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ അവിടേക്ക് എത്തിക്കൊള്ളാം എന്ന് പറയും. അപ്പൊ തീർച്ചയായിട്ടും വരുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ വരും എന്ന് ഇവൻ പറയും. അങ്ങനെ ഇവള് പോയി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഡ്രിങ്ക്സ് വാങ്ങിച്ച് കഴിക്കാനൊക്കെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് റെഡി ആയിട്ടിരിക്കും. അപ്പൊ അകത്തേക്ക് കയറാനായിട്ട് അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട്. ഇവൻ വന്നിട്ടില്ല, ഒരുപാട് നേരമായി. നോക്കുമ്പോൾ ഇവളുടെ ബാറ്ററി തീരാറായി. അന്നേരം തന്നെ അവന് മെസ്സേജ് അയക്കും, ഞാൻ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുവാണ്, വരുന്നവരെ ഞാൻ ഇവിടെ ഇരിക്കും, എന്റെ ബാറ്ററി തീരാറായി, ഇത് എപ്പോഴാണ് ഫോൺ ഓഫ് ആകുന്നതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. സാങ്കി ചെല്ലുന്നുണ്ട്. വെളിയിൽ ഒരു ജോഡി ചെരുപ്പ് കിടപ്പുണ്ട്. കാണുന്നുണ്ട് തന്നെ ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്തതാണെന്ന് മനസ്സിലാവും. അവൻ അമ്മയെ വിളിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, എനിക്ക് വേണ്ടിയിട്ട് നീ ഇത് ചെയ്യണം, നിന്നെ പോലെ തന്നെയാണ് കുറച്ച് നാളത്തേക്ക് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, ഡിവോഴ്സ് ആയതാണ്, ഡെന്റൽ ക്ലിനിക്ക് നടത്തുവാണെന്നൊക്കെ പറയും. എനിക്ക് വേണ്ടിയിട്ട് നീ കയറി ഒന്ന് സംസാരിക്കുമെങ്കിലും വേണം, നിന്റെ അടുത്ത് കല്യാണം കഴിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. വന്നിട്ട് ഒത്തിരി നേരം ആയെന്ന് ചോദിച്ചിട്ട് സാങ്കിനകത്തേക്ക് ചെല്ലുമ്പോൾ ഇല്ല, ഞാനിപ്പോൾ വന്നേ ഉള്ളൂ എന്ന് ആ പെൺകുട്ടി പറയും. അന്നേരം അമ്മയുടെ കോള് വരും. ഇവൻ ഫോൺ സൈലന്റിലാക്കും. അവിടുന്ന് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുന്ന തന്നെയാണ് മിസ് ബാങ്കിന്റെ മെസ്സേജ് കാണുന്നത്. ബാങ്കിനെ വിളിച്ച് നോക്കുന്നുണ്ട്. അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, കോള് കണക്ട് ആവത്തില്ല. അങ്ങനെ സൂഹൂക്കിനെ വിളിക്കും. എല്ലാവരും സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങിയോ, നിങ്ങൾ ഇപ്പൊ എവിടെയാണ് ഫുഡ് കഴിക്കാനായിട്ട് പോയേക്കുന്നതെന്നൊക്കെ ചോദിക്കാനായിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ സൂഹൂക്ക് പറയും, ഞാൻ അവിടെയല്ല, ഞങ്ങൾ ആരും പോയിട്ടില്ല, വേറെ ആരുണ്ടെന്ന് എനിക്കറിയത്തില്ല, മിസ് ബാങ്ക് തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നപ്പം സാങ്കിന് മനസ്സിലാവും. ബോറ സൂഹൂക്കും സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ടേ. സൂഹൂക്കിന്റെ അച്ഛനും അമ്മയും അവിടെ വന്നിട്ടുണ്ടാവും. അപ്പം ബോറ അന്നേരം വാഷ്റൂമിലേക്ക് പോയേക്കുമായിരുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടേ. ബോറ വന്നിങ്ങനെ അവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. ആരാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ അച്ഛൻ പറയും, ദേ ഒരു പെൺകുട്ടി നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവൻ ബോറയെ വിളിച്ചിട്ട് പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പൊ അമ്മയ്ക്ക് നല്ല സന്തോഷമാണ്, സുന്ദരിയാണല്ലോ, ആദ്യമായിട്ടാണ് എന്റെ മോന്റെ കൂടെ ഒരു പെൺകുട്ടിയെ ഞാൻ കാണുന്നത്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവൻ ആൺകുട്ടികളായിരിക്കും ഇഷ്ടം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, അതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടെന്നൊന്നും അല്ല എന്നാ പറഞ്ഞാൽ അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് സുന്ദരിയാണെന്ന് പറയുമ്പോഴത്തേക്കും ബോറ തിരിച്ച് അമ്മയാണ് കൂടുതൽ സുന്ദരി എന്ന് പറയുന്നുണ്ട്. അവർക്ക് അത് ഇഷ്ടപ്പെടും. നമുക്ക് ഒന്നിച്ചിട്ടോ ഒരു ദിവസം ഫുഡ് കഴിക്കാനൊക്കെ പോകണം കേട്ടോ, എനിക്ക് ഇയാളെ ഒരുപാട് ഇഷ്ടമായി, എന്നാണ് പോകാൻ പറ്റുന്നത്, ഇയാൾ എന്നാണ് ഫ്രീ ആണെന്ന് എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ അമ്മ ബോറയുടെ അടുത്ത് പറയും. അപ്പൊ അമ്മയ്ക്ക് അവളെ ശരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് സൂഹുക്കിന് മനസ്സിലാവും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മയെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് അച്ഛൻ്റെ അടുത്ത് സൂഹുക്ക് പറയുന്നുണ്ട്. നമ്മൾ അവരെ ശല്യപ്പെടുത്തുന്നുണ്ടോ, നമുക്ക് നമ്മുടെ ഡേറ്റിന് പോകാന്ന് പറഞ്ഞിട്ട് അച്ഛൻ അമ്മയെ വിളിച്ചുകൊണ്ട് പോകും. അപ്പൊ അവരെല്ലാം നല്ല ഫ്രണ്ട്ലി ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ബോണ്ട് ഉണ്ടെന്നൊക്കെ ബോറയ്ക്ക് മനസ്സിലാവും. ഇയാളുടെ അച്ഛനെ പോലെ ഒന്നും അല്ലല്ലോ, അച്ഛൻ എന്ത് സ്വീറ്റ് ആണ്, അമ്മയടുത്ത് ഇപ്പോഴും എന്ത് സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്, ഡ്രാമയിലൊക്കെ കാണുന്ന കൂട്ടുള്ള ആൾക്കാർ റിയൽ ലൈഫിൽ ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായെന്ന് ബോറ പറയും. അപ്പോൾ അവളെ നോക്കിയിട്ട് അവൻ പറയുന്നത്, എൻ്റെ അച്ഛനും അമ്മയും ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഡിവോഴ്സ് ആയതാണ്, ഇതെന്റെ സ്റ്റെപ്പ് ഫാദർ ആണ്, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അമ്മ രണ്ടാമത് കല്യാണം കഴിക്കുന്നത്, അമ്മയെ കാണുമ്പോൾ അമ്മ കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആയതാണ്, ഒരു കുട്ടി ഉണ്ടെന്നൊന്നും അച്ഛൻ അറിയത്തില്ലായിരുന്നു, കണ്ടു ഇഷ്ടപ്പെട്ടു, അങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചു, പിന്നീടാണ് ഇതൊക്കെ അറിയുന്നത്, എന്നിട്ടും അച്ഛൻ പിന്മാറിയില്ല, അച്ഛൻ്റെ സ്നേഹത്തിന് ഒരു കുറവും വന്നില്ല, രണ്ടു വീട്ടിലും പക്ഷെ എതിർപ്പായിരുന്നു, അങ്ങനെ സംഭവബഹുലമായ ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷമാണ് ഒരു കല്യാണം കഴിച്ചതെന്ന് സുഹൂക്ക് അവളുടെ അടുത്ത് പറയും. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ആദ്യം സങ്കടമാണ്, ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ എന്നുള്ള രീതിക്ക് പറയുമ്പോഴത്തേനും ഇയാൾ അങ്ങനെ അറിയാനാണ്, ഞാൻ ഈ വക കാര്യങ്ങൾക്ക് സായൻസിന്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അവനോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ എന്ന് പറയും. പക്ഷെ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ അവൾക്ക് സന്തോഷമാണ്. ഇത്രയൊക്കെ എതിർപ്പ് വന്നിട്ടും തീരുമാനത്തിൽ നിന്ന് മാറിയില്ലല്ലോ അച്ഛൻ, ഇപ്പോഴും അവർ ആ സ്നേഹത്തിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത്. ചെറുതിലെ തന്നെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയത് കണ്ടതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. സ്നേഹം എന്ന് പറയുന്നത് സ്ഥായിയായിട്ടുള്ള ഒരു സംഭവമല്ല, അത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം, മനുഷ്യർക്ക് മാറ്റങ്ങൾ വരാം. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇമോഷൻസ് പ്രകടിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത്, എൻ്റെ റിലേഷൻഷിപ്സിലെല്ലാം പരാജയം സംഭവിച്ചതും അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ ബോറെ നോക്കും. ഇതെന്റെ അമ്മയുടെ അനാലിസിസ് ആണ് കേട്ടോ, കാരണം ചെറുതിലെ മുതൽ ഞാൻ എൻ്റെ ഇമോഷൻസ് ഒന്നും പ്രകടിപ്പിക്കാത്തത് കൊണ്ട് അമ്മ ചൈൽഡ് സൈക്കോളജി പഠിക്കാനായിട്ട് പോയി അതിലൊരു PhD ഒക്കെ ഉണ്ടെന്ന് പറയും. അപ്പം ബോറയ്ക്ക് കൗതുകവും, ഇയാളെ ഇപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബാക്കി എല്ലാ കുട്ടികളെയും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എന്നെ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നാണ് അമ്മ പറയുന്നതെന്ന് ഇവൻ ചിരിച്ചുകൊണ്ട് പറയും. അപ്പൊ ബോറ അവനോട് പറയും,
എന്നും വഴക്ക് മാത്രമുള്ള ഒരു വീട്ടിൽ അച്ഛനമ്മയും ഡിവോഴ്സ് ആകാതെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ചില കാര്യങ്ങൾ മനസ്സിലാവും. നമ്മളുടെ ഓണസ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സ് ഒന്നും വിളിച്ചു പറയാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് മറ്റൊരാൾ ചിലപ്പോൾ നമ്മളെ ഹേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഫീലിങ്സ് എന്താണെന്ന് ഓണസ്റ്റ് ആയിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് പറയാനായിട്ട് പേടിയാണ്. അത് എൻ്റെ അനാലിസിസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അവൾ ചിരിക്കും. അന്നത്തെ സമയത്ത് എനിക്ക് അതുകൊണ്ട് തന്നെ സീരിയൽസും ഡ്രാമാസും ഒക്കെ ടി.വിയിൽ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അതിലാണെങ്കിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുമ്പോൾ അവർ ഒച്ചത്തിൽ സംസാരിക്കും, അലറി വിളിക്കും, സാധനങ്ങൾ എടുത്തെറിയും, അതല്ലെങ്കിൽ മറ്റേ ആളുടെ മുഖത്തടിക്കും, തലകൂടി വെള്ളം കോരി ഒഴിക്കും. അതൊക്കെ കാണുന്നത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുമായിരുന്നു. പിന്നീട് കുറെ വലുതായതിനു ശേഷമാണ്, കാരണം അന്നേരം ഞാൻ വിചാരിക്കും, ഓ ഇപ്പൊ ആൾക്കാരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഇത് വെച്ച് നോക്കുമ്പോൾ എന്റെ ഫാമിലി നോർമൽ ആണല്ലോ എന്നൊരു ചിന്തയായിരുന്നു. കുറെ വലുതായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ സീരിയലാണ്, ഇങ്ങനെയൊന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് അവളും ചിരിക്കും. സാങ്കിൻ ഓടി തിയേറ്ററിലേക്ക് വരുമ്പോഴത്തേക്കിനും തിയേറ്ററിൽ എല്ലാവരും പോയിട്ടുണ്ടാവും. എല്ലാ ഷോയും കഴിഞ്ഞു, അടയ്ക്കാനായിട്ട് തുടങ്ങുവാണ്. മിസ് ബാങ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇവൻ ഓടി ചെന്നിട്ട് ചോദിക്കും, ഞാനൊരു അത്യാവശ്യം വന്നിട്ട് പോയതാണെന്ന് പറഞ്ഞില്ലേ, ഇയാൾ എന്തിനാണ് ഇവിടെ വെയിറ്റ് ചെയ്തത്? ഞാൻ വരത്തില്ലായിരിക്കും എന്നൊരു തോന്നൽ ഇയാളുടെ മനസ്സിൽ കൂടെ പോയില്ലേ? ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇയാൾ എന്ത് ചെയ്തേനെ എന്നൊക്കെ ചോദിച്ചൊരു വഴക്ക് പറയും. കുറെ നേരം കഴിഞ്ഞപ്പോൾ വരത്തില്ലായിരിക്കും എന്ന് എനിക്ക് തോന്നി, എന്നാലും എന്റെ മനസ്സിൽ വെയിറ്റ് ചെയ്യാമെന്നൊരു ചിന്തയായിരുന്നു എന്ന് ഇവൾ തിരിച്ചു പറയും. ഞാനൊരു ഡിവോഴ്സ് കഴിഞ്ഞ ആളാണെന്ന് അറിയാമോ എന്ന് സാങ്കിൻ മിസ് ബാങ്കിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. സുഹുക്ക് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അറിയാമെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇയാളുടെ സ്നേഹം ഞാൻ അർഹിക്കുന്നില്ല. അതുകൊണ്ട് എന്നോട് ആ രീതിക്ക് ഇനിയും പെരുമാറരുത്. നമ്മൾ ഒരുപാട് നാൾ ഒന്നിച്ച് ജോലി ചെയ്യണം, നല്ല കോവർക്കേഴ്സ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സംസാരിക്കുന്ന കൂട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ സിറ്റുവേഷൻ ഓക്വേർഡ് ആയിട്ട് മാറും. എനിക്ക് അങ്ങനെ ആവണമെന്ന് ആഗ്രഹമില്ല. ഞാൻ ഇയാളോട് കൺസിഡറേഷൻ ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് പറയും. അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഫീലിങ്സ് സാറിനോട് പറഞ്ഞില്ലല്ലോ, അതൊന്ന് കേൾക്കാനെങ്കിലും ഉള്ള സാവകാശം തരായിരുന്നു. ഞാനത് പ്രോപ്പറായിട്ട് പറഞ്ഞതിന് ശേഷം സാർ അത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, പിന്നീട് സിറ്റുവേഷൻ ഓക്വേർഡ് ആവും, അത് സംഭവിക്കാതിരിക്കാനാണ് ഞാനത് ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പേ കാര്യങ്ങളൊക്കെ ഇയാളോട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് സാങ്കിൻ ആ സംസാരം അവിടെ വെച്ച് നിർത്തിക്കും. ഇയാള് സുന്ദരനാണെന്ന് സ്വയം അറിയാല്ലേ, അതിന്റെ ഒരു അഹങ്കാരമുണ്ട്. അതുകൊണ്ടാണ് ഇയാളുടെ റിലേഷൻഷിപ്സ് ഒക്കെ കുറച്ചെങ്കിലും ഫ്രണ്ടിലേക്ക് പോയതെന്ന് അറിയാമോ എന്ന് ചോദിക്കും. അപ്പൊ സുഹൂബ് ഇങ്ങനെ നോക്കുന്നുണ്ടെ പറയുന്നത്, അതുകൊണ്ടാണ് പെൺകുട്ടികൾ പല കാര്യങ്ങളും കണ്ടില്ല പോട്ടെ എന്നൊക്കെ വെച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ തന്റെ റിലേഷൻഷിപ്സ് ഒന്നും അധികം കാലം മുന്നോട്ട് പോകാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഇയാൾക്ക് ഇപ്പോഴും ഡേറ്റിംഗ് സ്കിൽസ് ഒന്നുമില്ല, അതിൽ വളരെ പരാജയമാണ് എന്ന് പറയും. പിന്നെ എന്റെ കാര്യം പറയുവാണെങ്കിൽ എന്നെ പോലെ ഒരാൾക്ക് ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സുഹൂബ് ചോദിക്കും, എന്താണ് ഇയാളെ പോലെ ഒരാളെന്ന് പറയുന്നത്? അപ്പം സുഹൂബ് പറഞ്ഞാൽ ശരിയാണ്. ആദ്യം എന്നോട് പറഞ്ഞതുണ്ട്, ഓർമ്മയുണ്ടോ, ഞാനൊരു അറ്റൻഷൻ സീക്കർ ആണെന്ന് പറഞ്ഞത്. ശരിയാണ്, എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്നാണ് എനിക്ക് ആഗ്രഹം. പിന്നെ ഞാൻ അത്ര പോസിറ്റീവ് ആയിട്ടുള്ള ആളൊന്നും അല്ല. എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ നന്നാവുമോ, നേരെ വരുമോ എന്നൊക്കെയുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു പെസിമിസ്റ്റ് ആണ്. അങ്ങനെയൊക്കെ ഉള്ള എൻ്റെ സ്വഭാവം വെച്ചിട്ട് ആരെങ്കിലുമൊക്കെ എന്നെ ഇഷ്ടപ്പെടുമോ എന്ന് സംശയമാണെന്ന് ബോറ പറയും. ഇയാളുടെ എല്ലാ സ്വഭാവവും അറിഞ്ഞിട്ട് ഇയാളെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് സുഹൂക്ക് തിരിച്ചു പറയുന്നുണ്ടേ. ഈ ആരെങ്കിലുമൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഇതുവരെ ആരെയും കണ്ടില്ലല്ലോ എന്ന് ഇവള് പറയും. എന്തിനാ ഒരുപാട് പേര്, ഒരാൾ പോരെ എന്ന് പറയുമ്പോൾ ആ ഒരാൾ എവിടെയെന്ന് ഇവള് വീണ്ടും ചോദിക്കും. അത് ഒരുപാട് ദൂരെയൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ വളരെ അടുത്ത് തന്നെ കാണും എന്ന് സുഹൂക്ക് അതിന് മറുപടി പറയും. നമ്മൾ തമ്മിൽ എന്തായാലും ഡേറ്റ് ചെയ്യാനായിട്ട് യാതൊരു സാധ്യതയും കാണുന്നില്ലെന്ന് ബോറ പറയുന്നുണ്ട്. അവൻ ചോദിക്കും, അതെന്താ അങ്ങനെ ഒരു വർത്തമാനം എന്ന്. ഇയാൾക്ക് എന്നോട് ആദ്യമേ ദേഷ്യമായിരുന്നല്ലോ, നല്ല ഇമ്പ്രഷൻ ഒന്നും അല്ലായിരുന്നല്ലോ ആദ്യം മീറ്റ് ചെയ്തപ്പോൾ. അപ്പൊ അത് മാറണമെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും 200 മടങ്ങ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതിന് ഏകദേശം ഒരു 10-60 തവണ നമ്മൾ മീറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് സ്റ്റഡീസ് പറയുന്നത്. നമ്മുടെ കാര്യത്തിൽ അതൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഇംപ്രഷൻ മാറിയിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ എളുപ്പം അത് സംഭവിക്കത്തില്ലല്ലോ എന്ന് പറയും. അപ്പൊ സുഹൂക്കും ഇവളിങ്ങനെ നോക്കിട്ട് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത് അവിടെയല്ല, അന്നല്ല ഞാൻ ഇയാളെ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറയും. അപ്പൊ ഇവള് കളിയാക്കും, എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞ കഥ ഞാൻ വിശ്വസിക്കണല്ലേ, കല്യാണത്തിന് ബ്ലാക്ക് ഡ്രസ് ഒക്കെ ഇട്ട് അത് ഞാൻ വിശ്വസിക്കണം, ഇയാൾക്ക് വല്ല കഥ എഴുതാൻ പൊക്കൂടെ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുമ്പോഴത്തേക്കും അപ്പൊ ശരിക്കും ഇയാൾക്ക് ഓർമ്മയില്ലല്ലേ എന്ന് ഇവൻ വീണ്ടും ചോദിക്കും. ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും ബോറ അവനടുത്ത് പറയുന്നത്, ഇനി അഥവാ നമ്മൾ തമ്മിൽ ഡേറ്റ് ചെയ്യുവാണെങ്കിൽ ആരായിരിക്കും ആദ്യം ബ്രേക്കപ്പ് ആവണമെന്ന് പറയുന്നതെന്ന് ചോദിക്കും. എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് സുഹൂക്ക് ചോദിക്കുന്നുണ്ടേ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു മാച്ച് തോറ്റു കഴിയുമ്പോഴത്തേനും തോറ്റ രണ്ട് ടീമും തമ്മിൽ ഒരു മത്സരം കാണുമല്ലോ, അതിൽ ആര് ജയിക്കും എന്നുള്ളത് എപ്പോഴും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെയാണ് നമ്മുടെ കാര്യം. നമ്മൾ രണ്ടുപേരും ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അഥവാ നമ്മൾ ഡേറ്റ് ചെയ്യുവാണെങ്കിൽ ആരാദ്യം ബ്രേക്കപ്പ് വേണം എന്ന് പറയും എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയും. അപ്പം സുഹൂക്ക് ഇവിടെ നോക്കിയിട്ട് പറയും, അങ്ങനെ സംഭവിക്കുവാണെങ്കിൽ ഇയാൾക്ക് ഞാൻ അതിനുള്ള അവസരം തരാമെന്ന് പറയും. ഇപ്പം ഉറപ്പാണോ എന്ന് ഇവള് ചോദിക്കുന്നുണ്ട്. ആ ഉറപ്പായിട്ടും ഇയാൾ തന്നെ എന്നെ ഡംപ് ചെയ്തോളൂ എന്ന് പറയും. അവരിവിടുന്ന് ഇറങ്ങുന്നുണ്ടേ.
ഇനിയും കുറച്ച് സമയമുണ്ടല്ലോ, എന്റെ വീട്ടിലേക്ക് വരുന്നോന്ന് സുഹൂക്ക് ചോദിക്കും. ഇവൾ ആദ്യം ഒന്ന് ഞെട്ടും. ഞെട്ടിലൊന്നും പുറത്ത് കാണിക്കാതെ പിന്നെന്താ നമുക്ക് പോകാന്ന് പറയും. പെട്ടെന്നാണ് പിന്നെ ഓർക്കുന്നത് രണ്ടുപേരും രണ്ട് സൈഡിലേക്കാണല്ലോ പോകേണ്ടത്. അതുകൊണ്ട് തന്നെ അയ്യോ ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ അങ്ങനെ പറയാനായിട്ട് പാടില്ലായിരുന്നു, അതത്ര ശരിയായിട്ടുള്ള സജഷൻ അല്ലല്ലോ, ഒറ്റയ്ക്ക് ആളെ വീട്ടിലേക്കൊക്കെ വിളിക്കുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് വേണ്ട എന്ന് പറയുമ്പോഴത്തേനും അവൾക്കത് ഹേർട്ട് ആവും. പക്ഷെ അവള് പുറത്ത് കാണിക്കത്തില്ല. ശരിയാണ്, അതത്ര അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യമല്ല, ശരി എനിക്കതിന്റെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിക്ക് സംസാരിക്കും. യുവജങ്ങളുടെ കാര്യം പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കുന്നുണ്ട്. ജിൻഹു ഇപ്പൊ താഴേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ജിൻഹോയും ബോമയും ആരും അറിയാതെ അവിടെ വന്ന് ഇപ്പൊ സ്ഥിരം അവിടെ തന്നെയാണ്. ഇവരുടെ കഫേയില് എക്സ്പയറി ഡേറ്റ് ആകാൻ പോകുന്ന കേക്ക്സും ഡെസേർട്സും എല്ലാം ഇവര് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് മുമ്പ് ജിൻഹു കഴിച്ചു തീർക്കാറുണ്ട്. അങ്ങനെ കളയാനായിട്ട് അടുത്ത ദിവസങ്ങളിൽ കളയാൻ സാധ്യതയുള്ളതെല്ലാം, ഭൂമിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഇവനിങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും. അവരിങ്ങനെ കുറെയൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിയുമ്പം അന്ന് രാത്രി അവർ രണ്ടുപേരും കൂടി ആ നൈറ്റ് ഒന്നിച്ചാണ് സ്പെൻഡ് ചെയ്യുന്നത് അവിടെ. ഭൂമിയെ ബോറ അന്നേരം വിളിച്ചു നോക്കുന്നുണ്ട്. അവള് ഫോൺ അറ്റൻഡ് ചെയ്യത്തില്ല, മെസ്സേജിന് റിപ്ലൈ കൊടുക്കത്തില്ല. അങ്ങനെ പിറ്റേ ദിവസം വരുന്ന ജിൻഹോയെ കാണുമ്പോൾ ബോറ അർത്ഥം വെച്ചൊക്കെ സംസാരിക്കും. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു രീതി എന്നൊക്കെ വെച്ചാൽ അവർ ഒന്നിച്ചൊക്കെ ദിവസമൊക്കെ സ്പെൻഡ് ചെയ്ത് നൈറ്റൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഡേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്ന കൂട്ടത്തിലാണ്. എന്താണ് അതിനെപ്പറ്റി അഭിപ്രായം എന്നൊക്കെ ചോദിക്കും. ഇവന് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. ഇവനെ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ യൂജൻ വന്ന് കണ്ടിട്ട് ഇവളെ വിളിച്ചുകൊണ്ട് പോകും. എന്തിനാണ് അവനിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ചോദിക്കുമ്പോൾ ഇന്നലെ ഭൂമി തിരിച്ച് വീട്ടിൽ വന്നില്ല, ഒത്തിരി രാത്രിയായിട്ടാണ് വന്നത്, ഇപ്പൊ സ്ഥിരം ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയും. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും അറിയാലോ ഭൂമി ജിൻഹോയെ ഡേറ്റ് ചെയ്യുകയാണെന്ന്. അപ്പൊ ഇത്രയും സ്ട്രിക്റ്റ് ഒന്നും ആവാൻ പാടില്ല, നീ ഇങ്ങനെ ആവുന്നതിന് കാരണം നീ ഇപ്പോൾ വീട്ടിലല്ലെങ്കിൽ ഇവിടെ, അല്ലാതെ വേറെ എങ്ങും പോയി സമയം സ്പെൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നതെന്നൊക്കെ പറയും. എന്നിട്ട് സുഹൂഖിന്റെ കാര്യം ചോദിക്കും. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒന്നിച്ചായിരുന്നല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു, സിനിമയ്ക്കൊക്കെ ശേഷം നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും പോയോ എന്നൊക്കെ കാര്യമായിട്ട് ചോദിക്കുമ്പോഴത്തേക്കും സംഭവിച്ചതൊക്കെ ഇവള് പറയും. ശരിക്കും സുഹൂഖ് നിന്നെ വീട്ടിലോട്ട് വിളിച്ചു, എന്നിട്ട് നീ ചെല്ലാന്ന് പറഞ്ഞോന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ചെല്ലാന്നൊക്കെ പറഞ്ഞു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെല്ലണ്ട എന്ന് എന്നോട് ഇങ്ങോട്ട് പറയായിരുന്നു, അത് അപ്രോപ്രിയേറ്റ് ആണെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, അതെന്താ അങ്ങനെ, സുഹൂഖിന്റെ കാര്യം വിട്, നിനക്കത് നിരാശയായിട്ട് തോന്നിയില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഇവിടെ അത് അങ്ങനെ ഇല്ല എന്നൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ യൂജിങ്ങിന് കാര്യം മനസ്സിലാവും. ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനാടെ ബോമ ഇവിടെ വന്ന് പുതിയ പാർട്ട് ടൈമർ ആയിട്ട് ജോയിൻ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്യും. ജിൻഹുവിനെ സോപ്പിട്ടിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഞാൻ ബോറെ പോലെ ഇവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒറ്റ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ച് വേറെ ഒന്നും വാങ്ങിക്കാതിരിക്കുന്ന കസ്റ്റമേഴ്സിനെ കൊണ്ട് കൂടുതൽ സാധനങ്ങൾ വാങ്ങിപ്പിക്കാം, യൂജിങ് എവിടെയാണ് പോകുന്നത് ഞാൻ പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ടാണ് കയറുന്നത്. അപ്പൊ രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് ജോലി ചെയ്യാനാണെന്ന് യൂജിങ്ങിനും ബോറയ്ക്കും മനസ്സിലാവും. ഡേറ്റിങ്ങിന്റെ കാര്യത്തിൽ നിന്നെക്കാട്ടിലും കുറച്ചും കൂടി ഫ്രണ്ടിൽ നിൽക്കുന്നത് ഭൂമിയാണെന്ന് യൂജിങ് ബോറയെടുത്ത് പറയും. ഓഫീസിൽ അവരുടെ കൂട്ടത്തിലുള്ള ഒരാള് കൊടുത്ത പ്രോജക്ട് റിപ്പോർട്ട് വാങ്ങിക്കാനായിട്ട് സാങ്കിന്റെ അടുത്തേക്ക് വരും. സാങ്കിനാണെങ്കിൽ ആ ഫയൽ അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ടേ അതിനകത്തായിരുന്നു മിസ് ബാങ്കിന്റെ നോട്ട് സാങ്കിന് ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ചിരുന്നത്. അത് ഈ പയ്യൻ വായിക്കും. ബോറെ മീറ്റ് ചെയ്യാനായിട്ട് സുഹൂഖ് അവിടേക്ക് വരും. എവിടം വരെ എഴുതി, എനിക്കൊന്ന് വായിക്കാൻ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറ്റത്തില്ല, ഇപ്പൊ തരാനായിട്ട് പറ്റത്തില്ല എന്ന് പറയും. കാരണം അവരുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് അവൻ പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ പറയാതിരുന്നതാണ്, ഞാൻ അവിടുന്ന് വീട് മാറുവാണ്, അപ്പം മുഴുവൻ എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുവാണ്, അതുകൊണ്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ വീട്ടിലേക്ക് ഒരാളെ വിളിച്ചുകൊണ്ട് പോകുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ, മാറി കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ വിളിക്കാം, അന്ന് ഇയാളുടെ ഹൗസ് വാമിംഗ് പാർട്ടി നടത്തിയ കൂട്ട് എല്ലാവരെയും വേണമെങ്കിലും വിളിക്കാം, അല്ലെങ്കിൽ ഇയാൾക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിലും വരാം എന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട, എനിക്ക് ഇയാളുടെ വീട്ടിൽ വരാനായിട്ട് അത്രയ്ക്ക് അത്യാവശ്യമൊന്നുമില്ല, ഇയാൾ വിളിച്ചാലും ഇനിയിപ്പോൾ ഞാൻ വരാൻ പോകുന്നില്ല, അതിനെപ്പറ്റി ഒന്ന് സംസാരം നിർത്താവോ എന്ന് ബോർ ചോദിക്കും. അന്നേരം ബോമ എവിടേക്ക് വന്നിട്ട് ഇത്രയും നേരമായിട്ട് ആകെ 2 ഡ്രിങ്ക്സേ വാങ്ങിച്ചിട്ടുള്ളൂ, ഒന്ന് എഴുന്നേറ്റ് പോകാമോ, വേറെ എന്തെങ്കിലും വാങ്ങിക്കാമോ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് വരും. ബോമി മനഃപൂർവ്വം ബോറെ പറഞ്ഞു വിടുന്നതാണ് സുഹൂഖിനോട് സംസാരിക്കാനായിട്ട്. എന്റെ ചേച്ചിയുടെ കൂടെ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുമോ, കാരണം ഒന്നുകിൽ വീട്ടിലിരിക്കും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എഴുതിക്കൊണ്ടിരിക്കും. നേരത്തെയൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ വിളിച്ചങ്ങ് ശല്യം ചെയ്യും, ചില സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നതൊക്കെ കാണാം. എന്റെ ചേച്ചിയുടെ കഷ്ടം തോന്നുന്നില്ലേ, കുറച്ച് കൂടുതൽ സമയം അതുകൊണ്ട് അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പം ചേച്ചിയെ പറ്റി നല്ല കൺസേൺ ആണെന്ന് ഇവൻ വിചാരിക്കും. കാര്യം അതൊന്നും അല്ലെന്ന് നമുക്കറിയാലോ. അപ്പൊ ശരി, അത് ഞാൻ ശ്രദ്ധിച്ചോളാന്ന് ഇവൻ പറയും. ഇവര് തിരിച്ചു വരുന്നുണ്ടെ അടുത്ത് തന്നെയല്ലേ യൂറിയുടെ കല്യാണം, പോകുന്നുണ്ടോന്ന് സുഹൂഖിന്റെ അടുത്ത് വിളിച്ച് ചോദിക്കും. ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളോ ഒന്ന് തിരിച്ചു ചോദിക്കും. ഞാനും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്ന് ബോറ പറയുന്നുണ്ടെ അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ കല്യാണത്തിന് വരുന്നോ എന്ന് ചോദിക്കും. ഇയാൾ എന്തിനാണ് ഇപ്പൊ പോകുന്നിടത്തല്ല എന്നെ വിളിക്കുന്നത്, ഞാൻ എന്തിനാണ് ഇയാളുടെ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ കല്യാണത്തിന് ഇയാളുടെ കൂടെ വരുന്നതെന്ന് ചോദിക്കും. അപ്പൊ അതല്ല പ്രശ്നം, ഞാനന്ന് യൂറിയുടെ ഫിയാൻസിയെ കണ്ടു, അപ്പോ കല്യാണത്തിന് ഞാൻ വരാം, എന്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ വരാം എന്ന് പറഞ്ഞു പോയി എന്ന് പറയും. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്, അതിനെന്തിനാ ഞാൻ വരുന്നതെന്ന് അവള് പിന്നെയും ചോദിക്കും. ഞാൻ പറഞ്ഞത് കള്ളമല്ലല്ലോ, ഇയാള് ഒരു ഫീമെയിൽ ഫ്രണ്ട് ആണല്ലോ, അപ്പം പ്രിറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ള രീതിക്ക് ഇവൻ പറയും. ഓ അപ്പം ഗേൾ ഫ്രണ്ട് ആയിട്ട് ഞാൻ പ്രിറ്റൻഡ് ചെയ്യണം, അതിന് കല്യാണത്തിന് കൂടെ വരണം, അത്രയല്ലേ ഉള്ളൂ, അതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ വരാമെന്ന് അവള് പറയും. അങ്ങനെ രണ്ടുപേരും കൂടി യൂറിയുടെ കല്യാണത്തിന് പോകും.
അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബോറ അവൻ്റെ അടുത്ത് ചോദിക്കും ഇവിടെ ഇന്ന് എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് വല്ല ഐഡിയ ഉണ്ടോ, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് സുഹൂക്ക് പറയും. അങ്ങനെ എനിക്ക് ഒട്ടും പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും എനിക്ക് വിട്ടു വന്നേക്കും, എല്ലാം ഞാൻ റെഡിയാക്കാന്ന് ബോറ പറയും. സുഹൂക്കിനെ കാണുമ്പോൾ തന്നെ യൂറിയുടെ ഫിയാൻസിക്ക് മനസ്സിലാവും ഇതെന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറയുമ്പോഴത്തേക്കും അത് ഞങ്ങള് പരിചയപ്പെട്ടിട്ട് അധികം കാലമൊന്നും ഇല്ല, പക്ഷെ കണ്ടപ്പോൾ തന്നെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു. അതുപോലെ ഞങ്ങൾ ഡേറ്റ് ചെയ്യുകയാണ്, ഉടനെ തന്നെ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഡേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയതെന്നൊക്കെ ഒരാവശ്യമില്ലാതെ ബോറ അവൻ്റെ അടുത്ത് പറയും. നിങ്ങളെ രണ്ടുപേരും ഇവിടെ ഒന്നിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്നും പറഞ്ഞ് സൂജിൻ ബോറയുടെ സുഹൂക്കിന്റെ അടുത്തേക്ക് ചെല്ലുന്ന അതേ സമയത്താണ് സാങ്കിന്റെ അവിടേക്ക് വരുന്നത്. ബോറ ചോദിക്കും നിങ്ങളുടെ കല്യാണം ഇവിടെ അല്ലായിരുന്നു ചോദിക്കുമ്പോൾ പിന്നെ ഇവിടെ തന്നെ ആയിരുന്നു, സെക്കൻഡ് ഫ്ലോറിലായിരുന്നു, എങ്ങനെ മറക്കാനാണ്, അങ്ങനത്തെ ഹൊറിഫൈങ് എക്സ്പീരിയൻസസ് ഒന്നും നമ്മൾ മറക്കത്തില്ലല്ലോ എന്ന് സൂചിൻ പറയും. അപ്പൊ സാങ്കിനാണെങ്കിൽ കൈ കാണിച്ചുകൊണ്ട് വന്നതാണ്, അവന് അവിടെ നിൽക്കണോ പോണോ എന്നൊന്നും അറിയാൻ വയ്യാത്ത സ്ഥിതിക്ക് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവിടുന്ന് അനൗൺസ്മെന്റ് വരും, ചടങ്ങൊക്കെ തുടങ്ങാറായി, എല്ലാവരും അകത്ത് കയറിയിരിക്കാനായിട്ട്. അപ്പം ഇവരകത്തേക്ക് പോകും. സുഹൂക്കിന്റെ അടുത്ത് ബോറ നേരം പറയും അകത്ത് കയറുന്നതിന് മുമ്പ് മേളില് വെയിറ്റിംഗ് റൂം ഉണ്ട്, ഇപ്പൊ പോയി കണ്ടാലേ യൂറിയെ കണ്ട് സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നീട് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയും. അങ്ങനെ അവൻ യൂറിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. യൂറി ഫ്രണ്ട്സിന്റെ കൂടെ ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ഇവനെ കാണുന്നുണ്ടെങ്കിൽ അവളുടെ മുഖം മാറും. എങ്ങനെയുണ്ട് എന്നെ ഡ്രസ്സ് ഇട്ട് കണ്ടിട്ട്, ഓക്കോർഡായിട്ട് തോന്നുന്നുണ്ടോ, റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവിടെ താഴെ ചെല്ലുമ്പോഴത്തേക്കും വിവാഹത്തിന് എല്ലാവർക്കും സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എനിക്ക് എതിർപ്പുണ്ടെന്ന് വിളിച്ചു പറയാനായിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണെന്ന് സുഹൂക്ക് പറയും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയാനുള്ള രീതിക്കായിട്ടുണ്ട്. ഇയാളോട് എനിക്ക് നന്ദിയുണ്ട്, എന്നാൽ അതേ സമയത്ത് കുറച്ച് സങ്കടം കൂടുതലുണ്ട് ഇയാളെപ്പറ്റി ഓർക്കുമ്പോഴെന്ന് യൂറി പറയും. അപ്പൊ സുഹൂക്ക് തിരിച്ചു പറയുന്നത് എനിക്ക് അതുപോലെ തന്നെയാണ്, പക്ഷെ ഞാൻ ഇയാളോട് കൂടുതൽ താങ്ക്ഫുൾ ആണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് താഴെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഇവളെ കൈപിടിച്ച് കൊടുക്കുന്ന കാണുമ്പോഴത്തേക്കും ഇവന്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. ബോറ ഇത് ശ്രദ്ധിക്കും. ഈ ബ്രൈഡ് ബൊക്കെ അറിയുമല്ലോ, അപ്പൊ യൂറി ഇങ്ങനെ തെറിയുന്നുണ്ട്, എല്ലാവരും റെഡി ആയിട്ട് അത് പിടിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ബോറയും അതിങ്ങനെ പിടിക്കണം എന്നുള്ള ഇതിൽ നിൽക്കുമ്പോഴത്തേക്കിനും അത് വരുന്നതിന് മുമ്പ് തന്നെ സുജിൻ ചാടി അത് തട്ടിക്കളയും. പൂവെല്ലാം ചെതറി അങ്ങ് പോവും, ആർക്കും പിടിക്കാൻ പറ്റത്തില്ല. സാങ്കിൻ അവിടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിന്റെ കൂടെയാണ് പോയിരിക്കുന്നത്. അവരാണെങ്കിലും പക്ഷെ ഗോസിപ്പൊക്കെ പറഞ്ഞാണ് ആദ്യം തുടങ്ങുന്നത്. അവരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ കല്യാണമായിരുന്നു, അത് വേണ്ടാന്ന് വെച്ചു, എന്താണ് റീസൺ എന്ന് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് സാങ്കിന്റെ അടുത്ത് ചോദിക്കും എന്തിനാണ് ഡിവോഴ്സ് ആയത്, എന്തായിരുന്നു റീസൺ എന്ന്. അപ്പൊ ഇവനൊന്നും പറയാൻ പറ്റാതെ ഇരിക്കും, അങ്ങനെ ആരോടും എതിർത്തൊന്നും പറയാറൊന്നുമില്ലല്ലോ. അപ്പൊ ഇവരെല്ലാം കൂടി ചുറ്റും കൂടി ഇരുന്നിട്ട് ഇവനെ അങ്ങ് ചോദ്യം ചെയ്യുന്ന രീതിക്കാണ് ചോദിക്കുന്നത്. ഇയാൾക്ക് ഒരുപാട് പേരുമായിട്ട് അഫയർ ഉണ്ടെന്നൊക്കെയാണല്ലോ കേട്ടത്, അതായിരുന്നു റീസൺ എന്നാണ് കേട്ടത്, ശരിക്കും അതായിരുന്നു റീസൺ? വേറെ ആരെങ്കിലും ഇപ്പൊ കൂടെ ഉണ്ടോ, കല്യാണം കഴിക്കാനായിട്ട് രണ്ടാമത് കല്യാണം കഴിക്കാൻ വല്ല തീരുമാനം ആയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ വിളിക്കണം, ഞങ്ങള് ആദ്യത്തെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല, ഞാൻ അതിന് ഗിഫ്റ്റ് തരാം എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരും മാറി മാറി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്തിനാ നമ്മൾ ഇവിടെ ചോദിക്കുന്നത്, സാൻസിൻ പറയത്തില്ലെങ്കിൽ നമുക്ക് സുജിനോട് ചോദിക്കാമല്ലോ, സുജിൻ അപ്പുറത്തിരിക്കുകയല്ലേ, എന്താ റീസൺ എന്നൊക്കെ ഇവിടെ നിന്ന് വിളിച്ചു ചോദിക്കും. സാൻസിൻ ആണെങ്കിൽ ചുമ്മാതിരിക്കുന്നു പറയുന്നുണ്ട്. സുജിൻ ഇത് കേട്ടോണ്ടിരുന്നിട്ട് ദേഷ്യം വരും. ഒരു വിധത്തിലും ഇവര് സാൻസിനെ വെറുതെ വിടത്തില്ലെന്ന് സുജിന് മനസ്സിലായി കഴിയുമ്പോഴത്തേനും നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അവരുടെ അടുത്തോട്ട് ചെല്ലും. ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ പേഴ്സണാലിറ്റീസ് തമ്മിൽ ചേരത്തില്ല എന്ന് തോന്നി, ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു, അപ്പൊ പിന്നെ അങ്ങനെ മുന്നോട്ട് പോകാതെ അങ്ങ് പിരിഞ്ഞേക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഡിവോഴ്സ് ആയി. അല്ല നിങ്ങൾ അന്വേഷിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ പലരെയും പോലെ 10 വർഷം കഴിഞ്ഞിട്ട് ഡിവോഴ്സിന് കൊടുത്താൽ കൂടുതൽ സ്വത്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അത് താമസിപ്പിച്ചില്ല. വേറെ പലരെയും പോലെ ഒരേ വീട്ടിൽ താമസിച്ചിട്ട് പരസ്പരം മിണ്ടാതെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് മാത്രം മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ട് മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ ഹാപ്പി ആയിട്ട് പ്രിറ്റൻഡ് ചെയ്തില്ല. വേറെ ചിലരുണ്ട് എനിക്കറിയാം, വീക്കെൻഡ്സ് മാത്രം വീട്ടിലേക്ക് വരും, എന്നിട്ട് ഇതുപോലെ ഫംഗ്ഷൻസിന് വന്നിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വരും. ഞങ്ങൾ അതും ചെയ്തില്ല, കാരണം അവർക്ക് ഡിവോഴ്സ് ചെയ്യാനുള്ള ധൈര്യമില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഞങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റില്ല എന്ന് തോന്നി ഞങ്ങൾ ഡിവോഴ്സ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്നു എന്ന് പറയും. അപ്പൊ ഇവർക്ക് പലർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് കുത്തിയാണ് സുജിൻ സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവർക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാതാവും. എന്നിട്ട് സാങ്കിന്റെ അടുത്ത് ചോദിക്കും ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ഇടയ്ക്ക് ഇരുന്നിട്ട് എങ്ങനെ ഫുഡ് കഴിക്കാനാണ് തോന്നുന്നത്, ഇവിടെ അടുത്ത് നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്, വരുന്നെങ്കിൽ പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് അവള് പോകും. അപ്പൊ അതിന്റെ പുറകെ സാഞ്ചിനും ചെല്ലും. സുഹൂക്കിനും ബോറയ്ക്ക് ഇത് കേൾക്കുമ്പോൾ സന്തോഷവും. അവരവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നന്നായിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. നമ്മൾ എന്തായാലും ഒരുങ്ങിയൊക്കെ വന്നതല്ലേ, അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ആ റേഡിയോ ഷോയിലെ 2 ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ ബോറെ കണ്ടുകൊണ്ട് അവിടെ നിൽക്കും. ബോറെ അവരുടെ അടുത്തേക്ക് ചെല്ലും തന്നെ ഷോയിൽ തിരിച്ചു വരുന്നതിനെ പറ്റിയൊക്കെ അവരിങ്ങനെ ചോദിക്കും. ഇതൊക്കെ സുഹൂക്ക് കേൾക്കുന്നുണ്ട്. എനിക്ക് ഇതുവരെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റിയില്ല, ഞാൻ കുറച്ചും കൂടി ആലോചിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ബോറയുടെ പേരിലുള്ള ഷോ ആയിരുന്നു, അപ്പോൾ ഒരു അറ്റാച്ച്മെന്റ് കാണുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, പക്ഷെ ഇപ്പൊ ഇതെന്താണ് ഇത്രയും നാൾ ആലോചിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും എനിക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നതെന്ന് ബോറ പറയും. ഇവരെന്നിട്ട് മേളിൽ ചെല്ലുന്നുണ്ട്, ഇവള് കഷ്ടപ്പെട്ട് നിന്ന് സെൽഫി ഒക്കെ എടുക്കുന്ന കാണുമ്പോഴത്തേക്കും ഞാൻ ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ സുഹൂക്ക് വാങ്ങിക്കും. ഇവളാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് മാത്രമേ കൊള്ളത്തുള്ളൂ എന്നാണല്ലോ അവളുടെ വിചാരം. അതുകൊണ്ട് തന്നെ ഇവൻ പറയുമ്പോഴത്തേക്കും മുഖം തിരിക്കത്തില്ല, ബോഡി മാത്രം തിരിച്ചിട്ടാണ് നിൽക്കുന്നത്. എപ്പോഴും ആ ഒരു സൈഡ് മാത്രം കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അവൻ പറയും നേരെ തിരിഞ്ഞിരിക്കാനായിട്ട് പറയുമ്പോൾ ഇല്ല ഇല്ല എന്റെ റൈറ്റ് സൈഡ് കൊള്ളത്തില്ല എന്ന് പറയും. ഇപ്പം എന്നെ ഒന്ന് വിശ്വസിക്കുക, ഇയാളുടെ റൈറ്റ് സൈഡ് നല്ല രസമാണ്, ഞാൻ നന്നായിട്ട് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് കുറെ ഫോട്ടോസ് എടുക്കും. ഇവക്ക് പക്ഷെ
ആ സൈഡ് കൊള്ളത്തില്ല എന്നുള്ളതുകൊണ്ട് ഈ ഫോട്ടോ ഒന്നും കൊള്ളത്തില്ലായിരിക്കും, ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ഇവരെ തിരിച്ചു വരുന്ന ഉടനെ ബോറ സുഹൂക്കിന്റെ അടുത്ത് ചോദിക്കും, എക്സ് ഗേൾ ഫ്രണ്ടിന്റെ വെഡിങ് അറ്റൻഡ് ചെയ്തിട്ട് എന്ത് തോന്നി, സങ്കടം തോന്നിയോ ചോദിക്കുന്നുണ്ടേ. അതുകൊണ്ടല്ല ഞാൻ പോയത്, അന്ന് ഞാൻ ഫിയാൻസിയെ മീറ്റ് ചെയ്തെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഞങ്ങള് സ്കൂളിൽ ഒന്നിച്ചാണ് പഠിച്ചത്, ക്ലോസ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ആ പയ്യന്റെ മനസ്സിൽ ഒരു സംശയം തോന്നിയിട്ടുണ്ടാവും. ആണുങ്ങളൊക്കെ അങ്ങനെയാണ്, ആ സംശയം കൊണ്ട് അവർ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ മനസ്സിൽ കിടക്കും. അപ്പൊ അത് അവരുടെ ലൈഫിനെ ബാധിക്കും. അത് വേണ്ടാന്ന് എനിക്ക് തോന്നി. അപ്പൊ ആ ഒരു സംശയം ഇല്ലാതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോകാനായിട്ട് തീരുമാനിച്ചതെന്ന് പറയും. അപ്പം ലാസ്റ്റ് നിമിഷം വരെയും അവൻ യൂറിയുടെ സന്തോഷമാണ് ആഗ്രഹിച്ചത്, അതിനു വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ചെയ്തതെന്ന് ബോറയ്ക്ക് മനസ്സിലാവും. പക്ഷെ ഇയാൾ എന്തൊക്കെ ചെയ്താലും അത് യൂറി ഒരിക്കലും അറിയാനായിട്ട് പോകുന്നില്ല. കാരണം അവളോട് പറഞ്ഞിട്ടില്ലല്ലോ. പെൺകുട്ടികളൊക്കെ അങ്ങനെയാണ്, അവരോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ലെന്ന് ബോറൻ പറയും. അപ്പം ബോമി പറഞ്ഞത് സുഹൂകിന് മനസ്സിൽ കിടപ്പുണ്ട്, നേരത്തെ വീട്ടിലേക്ക് വിടരുത് ബോറയെന്ന്. അപ്പം എനിക്കിന്ന് നേരത്തെ വീട്ടിലേക്ക് പോകാനായിട്ട് തോന്നുന്നില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാലോ എന്ന് അവൻ ബോറ എടുത്ത് ചോദിക്കും. ശരിക്കും ഞാൻ കഴിക്കാൻ വിളിച്ചതാണെന്ന് വിചാരിച്ചോ, എന്തിനാണ് എന്റെ പുറകെ വന്നതെന്ന് സുജിൻ ചോദിക്കുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ ഇഷ്ടമല്ല, ചിലരൊക്കെ എന്നെ ശവിച്ചിട്ടാണ് പോയത്, എനിക്കതിൽ പിന്നെ കൂട്ടൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ എന്നും ഒറ്റയ്ക്കാണ് കഴിക്കാറ്, എനിക്കത് ഇഷ്ടമല്ല എന്ന് സാങ്ജിൻ പറയും. അപ്പൊ ഇവളൊന്നും മിണ്ടാതിരിക്കും. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് കേൾക്കണം, അന്ന് ഞാൻ അങ്ങനൊന്നും ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു, എന്തൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ കഴിക്കുകയാണെന്ന് കാണുന്നില്ലേ എന്ന് സുജിൻ ചോദിക്കും. അപ്പം നീ എന്നെ എന്തെങ്കിലും ഒന്നും പറ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ വിഷമാവും സുജിൻ പറയും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരിക്കലെങ്കിലും നീ ഒന്ന് കേൾക്കാൻ തയ്യാറാവണം. അന്ന് ഞാൻ പബ്ലിഷിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് നേരെ വരത്തില്ല എന്ന് എല്ലാവരും എന്നെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. പക്ഷെ എനിക്കെല്ലാം ഈസി ആയിരുന്നു. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, എല്ലാം നന്നായിട്ട് പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്കിനും ഏറ്റവും നല്ല രീതിയിൽ എൻ്റെ പബ്ലിഷിംഗ് കമ്പനി വരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നേരമാണ് ക്രൈസിസ് വന്നിട്ട് വലിയ പബ്ലിഷിംഗ് കമ്പനിയൊക്കെ പൂട്ടി പോകാൻ തുടങ്ങിയത്. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും എൻ്റെ കമ്പനിയും നഷ്ടത്തിലായി. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മ എനിക്ക് തന്ന പൈസയെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലായിടത്തുനിന്നും കടം വാങ്ങിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആകെ പ്രശ്നമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ച് താമസിച്ച വീട് വിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അത് നിന്നോട് പറയണമെന്ന് ഒരവസ്ഥ വന്നു, അതെനിക്ക് പറയാനായിട്ട് പറ്റത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ നോക്കിയപ്പോൾ നീ ചോദിച്ച കൂട്ട് ഡിവോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ ആകുമ്പോൾ നീ എങ്കിലും ഫ്രീ ആവുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയും. അത് കേൾക്കുമ്പോൾ സൂചന അങ്ങനെ സങ്കടമാവും. കാരണം ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ പറയുന്നത് ചിലപ്പോൾ ഞാനൊരു ഭീരു ആയതുകൊണ്ടായിരിക്കാം എന്നാണ്. പക്ഷെ അന്നേരം സൂചന ആലോചിച്ചിട്ട് പറയുന്നത് അതല്ല, എന്നെ ഒരു ആവശ്യ സമയത്ത് ആശ്രയിക്കാൻ പറ്റത്തില്ല എന്നൊരു തോന്നൽ ചിലപ്പോൾ സാങ്കിന് ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം നേടിയെടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടാവില്ല, അതെന്റെ പരാജയമാണ്. അപ്പം എന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെന്ന് സുജിൻ പറയും. രണ്ടുപേരും പറഞ്ഞ് അവർക്ക് പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സമാധാനമാവും. ഇവൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കും. സുജിനും ഇപ്പൊ കുറ്റബോധമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ തന്ന ശാപം ഞാൻ തന്നെ തിരിച്ചെടുക്കുവാണ്, നല്ലൊരാളെ കണ്ടുമുട്ടി നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് സുജിൻ സാങ്കിന്റെ അടുത്ത് പറയും. ഇവരങ്ങനെ റിവർ സൈഡിലേക്കാണ് പോകുന്നത്. ബോറാണെങ്കിൽ ഫോട്ടോ എല്ലാം നോക്കിയിട്ട് കണ്ട ഒരു ഫോട്ടോയും കൊള്ളത്തില്ല, ഞാൻ അന്നേരം പറഞ്ഞു ഈ ഫോട്ടോ ഒന്നും എടുക്കണ്ട, ഇങ്ങനെ എടുക്കണ്ടെന്ന്, മറ്റേ സൈഡ് വെച്ച് എടുത്താൽ മതിയായിരുന്നു, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു, ഞാൻ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നൊക്കെ ഇങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവനെ ചോദിക്കും ആ റേഡിയോ ഷോയിലേക്ക് തിരിച്ചു പോകാനായിട്ട് പ്ലാൻ ഒന്നുമില്ലേ. അപ്പം എനിക്ക് പോകാനായിട്ട് പേടിയാണ്, അത്രയും സംഭവബഹുലമായിരുന്നല്ലോ അന്നത്തെ കാര്യങ്ങളൊക്കെ, ഇനിയിപ്പോൾ ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ട്, അതുകൊണ്ടാണ് പോകത്തേന്ന് പറയുന്നതാണ്. ഇയാളെ ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങൾ കാണണം. ഒരു കാര്യം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ട് ഇയാൾക്ക് ബുദ്ധിമുട്ടാണ്. അതാണ് ഇയാളുടെ പ്രശ്നം. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇയാളുടെ ലെഫ്റ്റ് സൈഡ് അല്ല റൈറ്റ് സൈഡ് കാണാനായിട്ട് നല്ല ഭംഗിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, എത്ര ഭംഗിയാണെന്ന് നോക്കൂ. അത് ഇയാൾ വിശ്വസിക്കുന്നില്ല. അതുപോലെയാണ് ചിലപ്പോൾ അവർക്ക് ഇപ്പോഴുള്ള തന്നെയായിരിക്കും പണ്ടത്തെ തന്നെക്കാട്ടിൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്യാതെ എങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നതെന്ന് ചോദിക്കും. ബോറ വീട്ടിൽ നിന്നിട്ട് അവളുടെ സിസ്റ്റത്തിലേക്ക് അന്നത്തെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ആ ഫോൾഡറിൽ, പണ്ടത്തെ കല്യാണങ്ങൾക്ക് പോയതെല്ലാം ഓരോന്നായിട്ട് ഓരോരോ ഫോൾഡർ ആക്കി വെച്ചേക്കുകയാണ്. പഴയൊരു ഫോൾഡർ ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴത്തേക്കും അവളൊരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. അപ്പൊ അത് സാങ്ജിന്റെ ഒക്കെ കല്യാണത്തിന് പോയതാണ്. അപ്പൊ ആ ഫോട്ടോസ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് മാറ്റുന്നുണ്ടേ ഒരു ഫോട്ടോയിൽ ഇവളുടെ ബാക്കിൽ സുഹൂക്ക് നിൽക്കുന്നത് കാണാം. അപ്പോഴാണ് ഇവൾക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഇയാളെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് അന്നല്ല, നമ്മൾ അതിന് മുമ്പേ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഇയാൾക്ക് ഒട്ടും ഓർമ്മയില്ലല്ലേ എന്നൊക്കെ സുഹൂക്ക് പറഞ്ഞ് ഇവളിങ്ങനെ ഓർക്കും. അപ്പോൾ നേരത്തെ മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞത് വെറുതെ അല്ലാന്ന് അവൾക്ക് മനസ്സിലാവും. സുഹൂക്ക് ബോറയുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞ കഥ സത്യമായിരുന്നു. അന്ന് സാങ്ജിന്റെ കല്യാണത്തിന്റെ അന്ന് വിളിച്ച് ചെന്നിട്ട് ലിഫ്റ്റ് നിറച്ച ആളായിരുന്നു. ഇപ്പൊ എല്ലാവരും ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഇറങ്ങി കഴിയുമ്പോഴത്തേനും ലിഫ്റ്റിനകത്ത് നിന്ന് ഇവള് ഫോട്ടോസ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരമാണ് ഇത് തന്നെ ഓപ്പൺ ആയിട്ട് സുഹൂക്ക് അവിടേക്ക് വരുന്നത്. ഇവളെ കണ്ടിട്ട് അവൻ ഇങ്ങനെ മെസ്മറൈസ്ഡ് ആയിട്ട് നിൽക്കും.
ഇവളിങ്ങനെ പെട്ടെന്ന് ചമ്മി ഇങ്ങനെ തിരിഞ്ഞു നോക്കും. ഒരാൾ വന്നല്ലോ, പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് തുറക്കുമെന്ന് ഇവള് വിചാരിക്കുന്നില്ല. എന്നിട്ട് സുഹൂഖനെ പാസ് ചെയ്ത് പോകും. അപ്പൊ അവൻ പറഞ്ഞോട്ട് തന്നെ അവള് സ്ലോ മോഷനിൽ നടക്കുന്നതായിട്ടും ടൈം സ്റ്റക്ക് ആയതായിട്ടും ഒക്കെ അവന് തോന്നും. ഇവള് പോയി ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് സുഹൂഖിനെ. അപ്പൊ അവനിങ്ങനെ ശ്വാസം എടുക്കാൻ പോലും മറന്നിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്.